ഈ മയക്കുമരുന്ന് ആവശ്യക്കാർ പണം അക്കൗണ്ടിൽ ഇവർ നിർദ്ദേശിക്കുന്ന അക്കൗണ്ടുകളിൽ പണം ഇട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവർക്ക് ഒരു ലൊക്കേഷൻ ലഭിക്കും, കസ്റ്റമറിന് ഒരു ലൊക്കേഷൻ ലഭിക്കും. ആ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ ആ ലൊക്കേഷനിൽ നിന്ന് അത് കൈപ്പറ്റുന്നതിന് വേണ്ടിയുള്ള ഫോട്ടോ, ഉദാഹരണത്തിന് ഒരു ഇലക്ട്രിക് പോസ്റ്റിന് ചുവട്ടിലാണെങ്കിൽ അവിടെ ആ ഇലക്ട്രിക് പോസ്റ്റിന്റെ ഫോട്ടോ വിത്ത് ലൊക്കേഷൻ, ഗൂഗിൾ ലൊക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് കസ്റ്റമർക്ക് ഈ സാധനം കൈപ്പറ്റാൻ പറ്റും. ഇത് അവർ അവലംബിക്കുന്നതിന് കാരണം പിന്നെ ഇതേപോലെ നമ്മുടെ പോലുള്ള ഏജൻസികൾ, പോലീസ്, എക്സൈസ് പോലുള്ള ഏജൻസികൾ മിക്കപ്പോഴും ഇവരെ പിടികൂടുന്ന ആവശ്യക്കാരെന്ന വ്യാജേന സമീപിച്ചാണ്. ഈ രീതിയിൽ ആവശ്യക്കാർ എന്ന വ്യാജേന നമ്മൾ സമീപിച്ചാൽ പോലും നമുക്ക് ലൊക്കേഷൻ മാത്രമേ കിട്ടുന്നുള്ളൂ, പ്രതികൾ നമ്മുടെ അടുത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഈ രീതി അവർ അവലംബിക്കുന്നതിനുള്ള കാരണം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവർ ഇപ്പോൾ കണ്ണൂർ നഗരത്തിൽ കാലങ്ങളായിട്ട് കറങ്ങി നടത്തി വിൽപ്പന നടത്തുന്നവരാണെന്നാണ് പ്രതികൾ നൽകിയിട്ടുള്ള മൊഴി. ഇങ്ങനെയാണെങ്കിലും അവർ പിടിക്കപ്പെടുന്നു എന്നുള്ള മെസ്സേജാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് ഇവർക്ക് നൽകാനുള്ളത്. മയക്കുമരുന്ന് വിൽപ്പനയിൽ ഈ ഏർപ്പെടുന്ന യുവാക്കൾ പലപ്പോഴും ഇവരുടെ മറ്റുള്ളവരുടെ നിർദ്ദേശത്തിനനുസരിച്ചാണ് ചെയ്യുന്നത്. അവർ വലിയ ലാഭം നേടുകയും ഇത്തരം ആളുകൾ ഇതിൽ നിന്ന് മയക്കുമരുന്ന് ഉപയോഗവും ചെറിയ അളവിലുള്ള സാമ്പത്തിക ലാഭമാണ് ലക്ഷ്യം വെച്ചിറങ്ങുന്നത്. പക്ഷേ അവർ വലിയ ശിക്ഷ ലഭിക്കുന്ന മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയായി